ഹലോ കൂട്ടുകാരെ, പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചേട്ടൻ നമ്മൾ കുറച്ച് കടലയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പാണെങ്കിൽ കടലയെല്ലാം വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ നേരെ പോയിട്ടുണ്ടായിരുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയപ്പോഴാണ് കേട്ടോ ഓർത്തത് കുറച്ച് വെള്ളം വാങ്ങിച്ചേക്കാമെന്ന്. അങ്ങനെ ഒരു കുപ്പി വെള്ളം വാങ്ങാനായിട്ട് ഞാൻ ചേച്ചിയും കൂടെ പോയതാണ് കേട്ടോ. അതൊക്കെ പിന്നെ പപ്പനും കാണില്ല കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ ആ പാർക്കിന് ചുറ്റും നോക്കിയിട്ടോ. അപ്പോൾ അത് ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പപ്പനെ കൈയോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കടലയൊക്കെ തിന്ന ഒരു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഈ കാറ്റത്താണെങ്കിൽ ഒരു ഇളം കാറ്റും ഒരു വെയിലൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ നടന്ന് ചുറ്റിനും ഇങ്ങനെ നടന്ന് കാണുവാണ് കേട്ടോ. ഈ കുളത്തിൻ്റെ ഇവിടെ വരുമ്പോൾ ഒരു സമാധാനം ഒരു സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ മീൻ കുഞ്ഞുങ്ങളൊക്കെ നീന്തി തുടിക്കണം കാണുമ്പോഴത്തേക്കും. പിന്നെ പപ്പയാണെങ്കിൽ അമ്മനെ കൂട്ടാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിന്നെ ഞാനും ചേച്ചി അവിടെ ഇരുന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയും പപ്പയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോണത് സ്വർണ്ണക്കടയിലോട്ടാണ് കേട്ടോ. നാളെ എൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വകയുള്ളൊരു ചെറിയ ഗിഫ്റ്റ്, ചെറിയൊരു വലിയ ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. ഞാനാണെങ്കിൽ അത് വീണ്ടും വീണ്ടും വീഡിയോയിൽ കാണിച്ചിട്ട് എനിക്കാണെങ്കിൽ മതി വരുന്നില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ പോയ വഴിക്ക് ഞാൻ ഒരു കട്ട്ലേറ്റും ഒരു നാരങ്ങ വെള്ളം എല്ലാം വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഒരു പത്തിരി നാരങ്ങ വെള്ളമാണ് കേട്ടോ കുടിച്ച്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആണെങ്കിലും നടന്നൊക്കെ വന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ അമ്മയും പപ്പയും അനിയനും ഓടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും ചായയാണ് കുടിച്ചത്. എൻ്റെ മുഖത്ത് എൻ്റെ ചേച്ചിയോടുള്ള സ്നേഹം